ഗർഭകാല പരിചരണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രസവാനന്തര ശുശ്രൂഷയും. ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ പരിചരിക്കുന്നോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒട്ടും കുറയാതെ തന്നെ പ്രസവശേഷവും പരിചരിക്കേണ്ടതുണ്ട്. പ്രസവശേഷമുള്ള ഈ 3 മാസക്കാലം അതീവ ശ്രദ്ധയും പരിചരണവും നൽകേണ്ട സമയമാണ്. പ്രസവരക്ഷയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടി വയനാട് ജില്ലയിലെ 23 വർഷത്തെ സേവന പാരമ്പര്യമുള്ള കണ്ണൂർ ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് യോഗ റിസർച്ച് സെന്ററിലെ മെഡിക്കൽ ഡയറക്ടറും റിട്ടയർഡ് DMOയുമായ ഡോക്ടർ KP വിനോദ് ബാബുവും സീനിയർ ഫിസിഷ്യനായ ഡോക്ടർ MGG നമ്മളോടൊപ്പം ചേരുന്നു. ഡോക്ടറെ, പ്രസവരക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ പുതുതലമുറയ്ക്കും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ഇടുന്ന ആൾക്കാർക്കും കമൻ്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ കുറേ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളാണ് നമ്മളിന്ന് നിവാരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ആയുർവേദത്തിൽ പ്രസവരക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ? ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ വൈദ്യശാസ്ത്രമാണ് ആയുർവേദം. ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ മോഡേൺ മെഡിസിനിലും വന്നിട്ടുള്ളത്. പ്രസവ സംബന്ധമായിട്ടുള്ളതും പ്രസവാനന്തര ചികിത്സകളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ ആയുർവേദത്തിലുണ്ട്. കാശ്യപ സംഹിത എന്ന് പറയുന്ന പ്രസ്തുത ബുക്കിലാണ് ഇതൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക വിഭാഗം തന്നെ അതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ഈ പറഞ്ഞ കശ്യപ സംഹിതയിൽ ഇപ്പോൾ പ്രസവരക്ഷ എന്താണ് എന്ന് പറയുന്നുണ്ട്. പ്രസവിക്കുന്നതിന് മുമ്പ്, അതായത് ഗർഭകാലത്ത് സ്ത്രീകളിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, ഇവയ്ക്കൊക്കെ സംരക്ഷണം നമ്മൾ നൽകുന്നുണ്ട്. ഓരോ മാസം തോറുമുള്ള പരിശോധന, അവർക്ക് വരുന്ന ചേഞ്ചസ്, കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് ഗർഭകാലത്ത് നമ്മൾ ചികിത്സിക്കുന്നത്. അതുപോലെ തന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവത്തിൻ്റെ ക്ലേശം കൊണ്ട് സ്ത്രീകൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ, മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കുറേ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അസുഖങ്ങളൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷം അവരുടെ എല്ലാ അവയവങ്ങൾ സംബന്ധമായിട്ടുള്ളതും അല്ലെങ്കിൽ അവരുടെ ജനനേന്ദ്രിയങ്ങൾക്ക് വരുന്ന പരിക്കുകൾ, അതുപോലെ അവരുടെ സ്കിന്നിന് വരുന്ന വ്യതിയാനം, സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും, മുടി കൊഴിച്ചിൽ, പിന്നെ അവരുടെ ഒബേസിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ചികിത്സാ രീതിയാണ് പ്രസവാനന്തര ചികിത്സാ രീതി. അതോടൊപ്പം കുഞ്ഞിനും നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് വരുന്ന ക്ലേശമുണ്ട്. ഗർഭസമയത്ത് കുട്ടികൾക്ക് വരുന്ന ക്ലേശങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ചികിത്സയുടെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളെ കുളിപ്പിക്കുന്നതിൻ്റെയൊക്കെ പല അഭിപ്രായങ്ങൾ വരാറുണ്ട് അല്ലേ? കുളിപ്പിച്ച് എണ്ണ തേപ്പിക്കുന്നതിൻ്റെയൊക്കെ പലതും പറയാറുണ്ട്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിൻ്റെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താറുള്ളത്? നമ്മുടെ മുൻ തലമുറകളിലുള്ള കുട്ടികളെയും സമൂഹത്തെയും നമ്മൾ സംരക്ഷിച്ച സൂക്ഷ്മമായി വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. പണ്ടുള്ള മുത്തശ്ശിമാർ കുളിപ്പിക്കുന്ന രീതി വളരെ നന്നായിട്ട് നടന്നിരുന്നു. എണ്ണയുടെ ഉപയോഗങ്ങളും കുട്ടികളുടെ ഓരോ നവരന്ധ്രങ്ങളിലും ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ ആപ്ലിക്കേഷൻസ്, ചെവിയിൽ ഉപയോഗിക്കുന്നത്, മൂക്കിൽ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരറിവ് മുത്തശ്ശികളിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു. അത് കുറച്ചും കൂടെ ശാസ്ത്രീയമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ശാസ്ത്രമാണ് കാശ്യപ സംഹിത. അവിടെ കുഞ്ഞുങ്ങളെ എങ്ങനെ കുളിപ്പിക്കണമെന്നും കുഞ്ഞുങ്ങൾക്ക് എവിടെയൊക്കെ മരുന്ന് ഉപയോഗിക്കണമെന്നും എന്തൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടതെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഈ ഗർഭകാലത്തുണ്ടാകുന്ന ക്ലേശങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും കുട്ടികൾക്ക് പ്രസവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ അസുഖങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയും വളരെ ഉത്തമമായിട്ടുള്ള ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത്. എപ്പോൾ നമുക്ക് പ്രസവരക്ഷ ആരംഭിക്കണം? സാധാരണ രീതിയിൽ നോർമൽ ഡെലിവറി ആയിട്ടുള്ള ഒരാൾ, നോർമൽ ഡെലിവറി ആകുമ്പോഴും അവിടെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിച്ച് ഒരു 7 ആഴ്ച അത് പരിഹരിക്കുന്നതിനുള്ള സമയം കൊടുത്തിട്ട് 7 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചികിത്സ തുടങ്ങാം. സിസേറിയനോ അല്ലെങ്കിൽ വേറെ വല്ല ശസ്ത്രക്രിയകളിലോ എന്തെങ്കിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസം അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ക്യൂറാവുന്നതിന് വേണ്ടിയുള്ള സമയം കൊടുത്തതിന് ശേഷം 15 ദിവസത്തിന് ശേഷം ചികിത്സ തുടങ്ങാം. എത്ര നാൾ വരെ പ്രസവരക്ഷ ചെയ്യേണ്ടതുണ്ട്? സാധാരണ നിലയ്ക്ക് നമുക്കൊരു 15 ദിവസം മുതൽ 45 ദിവസം വരെ രോഗികളുടെ ആവശ്യാർത്ഥം, ഒരു സ്ത്രീക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അവർക്ക് എന്താണ് ചികിത്സ വേണ്ടതെന്ന് ആലോചിച്ചതിന് ശേഷം 15 മുതൽ 45 ദിവസം വരെയുള്ള ചികിത്സ നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രസവത്തിന് ശേഷം, പ്രസവരക്ഷയ്ക്ക് ശേഷം വണ്ണം വെച്ചു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ തടി വെക്കാനുള്ള സാധ്യതയുണ്ട്? സാധാരണ നിലയ്ക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യുന്ന ചികിത്സകളെ കൊണ്ട് യാതൊരു കാരണവശാലും തടി വയ്ക്കില്ല. പിന്നെ ഈ രോഗികൾക്കൊക്കെ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, മറ്റ് എൻഡോക്രൈനൽ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ള ഒരു നിർണ്ണയം കൂടി നടത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ചിലപ്പോൾ പേഷ്യൻസ് തടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ തടിക്കാറുണ്ട്. അത് വരാതിരിക്കാനുള്ള വ്യായാമവും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ആയുർവേദ ചികിത്സ ചെയ്യുന്നത്. അതുമാതിരി തടി വയ്ക്കാതിരിക്കാനുള്ള ഓയിലുകളൊക്കെ ഉപയോഗിക്കുന്നു. അതുമാതിരി മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു.
ഉപയോഗിക്കുന്നു. ഭക്ഷണം നമ്മൾ പറയുന്നത് അതിന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തടി വയ്ക്കാനുള്ള ഒരു സാധ്യതയും ഈ വ്യായാമം നമുക്ക് എത്ര ദിവസം കഴിഞ്ഞ് ചെയ്യാൻ? സാധാരണ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്കൊരു 15 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വ്യായാമം തുടങ്ങാം. സിസേറിയനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ബെറ്റർ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നല്ലത്. അതാണ് എനിക്ക് വ്യായാമത്തെക്കുറിച്ച് പറയാനുള്ളത്. ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എന്തൊക്കെ ആഹാരങ്ങളാണ് ഇപ്പം പ്രസവശേഷമുള്ള സ്ത്രീകൾ കഴിക്കേണ്ടത്? എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? പ്രസവാനന്തരം ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഏറ്റവും എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചും ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇവയെല്ലാം ചേർന്ന ഭക്ഷണമാണ് ആദ്യകാലങ്ങളിൽ നമ്മൾ കൊടുത്തത്. പിന്നീട് പ്രോട്ടീൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് പാല്, തൈര്, മോര്, വെണ്ണ, നെയ്യ് ഇവയെല്ലാം കൂടുതൽ അടങ്ങിയത്, മുട്ടയും അതുപോലെയുള്ള പഴവർഗ്ഗങ്ങൾ, പച്ചിലക്കറികൾ, ഇലവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഇപ്പോൾ കൂടുതൽ അടങ്ങിയ ഒരു സമീകൃത ആഹാരമാണ് നമ്മൾ ഈ സമയത്ത് പ്രസവിച്ച സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത്. 4 or 5 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. മുലയൂട്ടുന്ന അമ്മമാരാണല്ലോ, അവരുടെ ഭക്ഷണം കൂടുതലായും നമ്മൾ ഉലുവ ധാന്യങ്ങൾ ചേർത്തുള്ള ഉലുവക്കഞ്ഞികളും, പിന്നെ റാഗി കൊണ്ടുള്ള കഞ്ഞികൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, നേന്ത്രപ്പഴം പുഴുങ്ങിയത്, അവിയൽ, മുട്ട ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇലക്കറികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാംസങ്ങളും കഴിക്കാം, മാംസം, മത്സ്യം. പക്ഷേ ഇവയൊന്നും പൊരിച്ച് കഴിക്കരുത്, കറി വെച്ച് വേണം കഴിക്കാനായിട്ട്. നമ്മൾ ഈ ടിന്നിലടിച്ച ഭക്ഷണങ്ങൾ, വറുത്തത്, കൊക്കക്കോള പോലെയുള്ള സാധനങ്ങളൊന്നും ഈ സമയത്ത് കഴിക്കാൻ പാടില്ല. കൂടുതലും നാരുകളുള്ള ഭക്ഷണം വേണം ഈ സമയത്ത് കഴിക്കാനായിട്ട്. കാരണം മലബന്ധം വരാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും നമ്മൾക്ക് ഈ പ്രോട്ടീൻ അടങ്ങിയതും അങ്ങനെയുള്ള ഭക്ഷണം തന്നെ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കൂടുതലായും ഈ സമയത്ത് വിറ്റാമിൻ ഡി, അയൺ, കാൽഷ്യം തുടങ്ങിയവ ചേർന്ന മരുന്നുകൾ കൂടി ഈ സമയത്ത് മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കേണ്ടത്. ഡോക്ടർ നേരത്തെ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയം 45 ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ 45 ദിവസം ചിലയിടങ്ങളിലൊക്കെ 90 ദിവസം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഈ പറയുന്ന 90 ദിവസം, നമ്മുടെ നാടുകളിലൊക്കെ പറയുന്ന 90 ദിവസവും ഈ 45 ദിവസവും തമ്മിലുള്ള ബന്ധം? സാധാരണ 45 ദിവസം ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത് ഇവർക്ക് കൂടുതൽ വ്യായാമം ആവശ്യമാണ്. അപ്പോൾ 90 ദിവസം വരെയൊക്കെ നമ്മൾ ഈ ചികിത്സയൊക്കെ കൊടുത്തിട്ട് ഇവർക്ക് റെസ്റ്റ് കിട്ടാത്ത ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത, ഒബേസിറ്റി, തടി വയ്ക്കാനുള്ളൊരു സാധ്യത ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മളൊരു 15 ദിവസം മുതൽ 45 ദിവസം വരെ സാധാരണ നിലയ്ക്ക് പ്രസവാനന്തര ചികിത്സയ്ക്ക് ആവശ്യമുള്ളൂ. ഇനി എന്തെങ്കിലും രോഗകാരണങ്ങളാൽ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ആ രോഗത്തിനനുസരിച്ച് നമുക്ക് 90 ദിവസം വരെയൊക്കെ പറയാം. അത് രോഗത്തിന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ആ ഡയഗ്നോസിസിനനുസരിച്ച് ഡോക്ടർ തീരുമാനിക്കുകയാണെങ്കിൽ 90 ദിവസം വരെ ചെയ്യുന്നതിൽ വിരോധമില്ല. പക്ഷേ പൊതുവേ പറയുമ്പോൾ 15 മുതൽ 45 ദിവസത്തേക്ക് മാത്രം ചികിത്സ മതി. പൊതുവായിട്ട് എന്തൊക്കെയായിരിക്കും 45 ദിവസങ്ങളിൽ ചെയ്യാറുള്ളത്? എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റുകളാണ് പൊതുവെ? എല്ലാവരും പറഞ്ഞു കേട്ടില്ല, സാധാരണ കുളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അഭ്യംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉഴിച്ചിൽ ചെയ്യുക എന്നൊക്കെയാണ് സാധാരണ നോർമൽ ഇതിൽ പറയുക. അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്ന ആയുർവേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സകളാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ തടി കൂടിയ ആളുകൾക്ക് ചെയ്യുന്ന ചികിത്സയായിരിക്കില്ല മെലിഞ്ഞ ഒരാൾക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മീഡിയൽ ബിൽട്ടായിട്ടുള്ള ആളുകൾക്ക് വേറൊരു തരത്തിലുള്ള ചികിത്സയായിരിക്കും ചെയ്യുക. അപ്പോൾ എപ്പോഴും പ്രസവിച്ചതിന് ശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം അവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് ഡോക്ടർ നിർണ്ണയിക്കും ഇന്ന ചികിത്സകളാണ് വേണ്ടത്. എല്ലാവർക്കും ഒരേ ചികിത്സയായിരിക്കില്ല പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ആ ചികിത്സ ഡോക്ടറുടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ചികിത്സ കൃത്യമായിട്ട് 15 മുതൽ 45 ദിവസം വരെ ചെയ്യാനാണ് പറയുക. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു എല്ലാവർക്കും ഒരേ ചികിത്സ തന്നെയായിരിക്കില്ല, പക്ഷേ ഒട്ടുമിക്ക കുടുംബങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ഒരേ മരുന്ന് തന്നെയായിരിക്കും കഴിക്കുക, അല്ലെങ്കിൽ ഒരേപോലത്തെ ചികിത്സാ രീതി തന്നെയായിരിക്കും ഫോളോ ചെയ്ത് പോകാറുണ്ടാവുക. അപ്പം അതിനെക്കുറിച്ച് എന്താ ഡോക്ടർ പറയാനുള്ളത്? പണ്ട് കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരെയൊന്നും കാണാതെ ഫാർമസികളിൽ പോയി വാങ്ങി കഴിക്കുന്ന ഒരു ചികിത്സ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രസവിച്ച സ്ത്രീകളായാലും വീടുകളിൽ ആരെങ്കിലും പോയിട്ടാണ് പ്രസവിച്ച സ്ത്രീക്കുള്ള മരുന്ന് എന്നും പറഞ്ഞിട്ട് വാങ്ങിക്കുക. അതൊരു തെറ്റായ രീതിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഒരേ മരുന്നല്ല ആവശ്യമുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വിവിധ പ്രകൃതിക്കനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുക. അതുകൊണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രസവിച്ച സ്ത്രീകൾക്ക് മരുന്ന് കൊടുക്കാവൂ. അതാണ് കേരളത്തിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആയിരിക്കും കൊടുത്തു പോവുക? ഇപ്പം വയനാട്ടിൽ കൊടുക്കുന്ന പോലെ ആയിരിക്കുമോ താഴെ തെക്കൻ ഭാഗത്തോട്ടൊക്കെ പോവുക? ഇല്ല, എൻവയൺമെൻറ്റ് വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തണുത്ത പ്രദേശങ്ങളിലുള്ള ആൾക്ക് ചൂട് പ്രദേശങ്ങളിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ചും വൈരുദ്ധ്യമുണ്ടാവും ചികിത്സ. അപ്പോൾ ഏത് മരുന്നാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതാത് പ്രദേശങ്ങളിലെ ഡോക്ടർമാർ തീരുമാനിച്ച് ആ മരുന്നുകൾ കൊണ്ട് വേണം ചികിത്സിക്കാൻ. അതുകൊണ്ടാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ എപ്പോഴും എല്ലാ സ്ഥലത്തും പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉണ്ടാവാറുണ്ട്. ഡോക്ടറെ, നമ്മൾ പൊതുവെ കേൾക്കുന്ന പേരാണ് വേദുകുളി എന്നുള്ളത്. എന്താണ് വേദുകുളി എന്നുള്ളത്? സുരക്ഷയിൽ പ്രസവശേഷം എണ്ണ തേച്ച് കുളിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്.
എണ്ണ നമ്മൾ യുക്തമായ തൈലങ്ങളാണ് ശരീരത്തിൽ തേക്കും. അതേപോലെ തന്നെ ഫേസിലും തലയിലും നന്നായി തേച്ചതിന് ശേഷം 1 മണിക്കൂർ നേരം അവിടെ ഇരുത്തും. അതിന് ശേഷമാണ് നമ്മൾ വേദുകുളി ചെയ്യുന്നത്. വേദുകുളിക്കായിട്ട് പ്രത്യേകതരം ഇലകളാണ് ഉപയോഗിക്കുക. അത് പ്ലാവില, വാദംകുലിയില, ആവണക്കില, കരിനൊച്ചിയില, ഇവയെല്ലാം തലേന്ന് തന്നെ നന്നായി തിളപ്പിച്ച് വെക്കും. പിറ്റേ ദിവസം അത് തന്നെ ഒന്നും കൂടി ചൂടാക്കിയിട്ട് അതാണ് നമ്മൾ ശരീരത്തിൽ ഉപയോഗിക്കുന്നത്. തലയിൽ ഒഴിക്കാനായിട്ട് നമ്മൾ രാമച്ചമോ അല്ലെങ്കിൽ നെല്ലിക്കയോ ഇട്ട് വെള്ളം തിളപ്പിച്ച് വെക്കും. അത് പിറ്റേ ദിവസം തലയിൽ ഒഴിക്കാനായിട്ട് ഉപയോഗിക്കും. താളി തേച്ചാണ് നമ്മൾ സൂതികയെ കുളിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണം, ഈ പ്രസവശേഷം വണ്ണം വെച്ച് മുടി കൊഴിഞ്ഞു പോവുക, സൗന്ദര്യം കുറയുക എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പം സൗന്ദര്യ സംരക്ഷണമായിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? സൗന്ദര്യ സംരക്ഷണത്തിന് നമ്മൾ ഈ സമയത്ത് ഫേസ് പാക്കൊക്കെ ഇട്ട് ഉപയോഗിക്കും. പിന്നെ തലയ്ക്കായിട്ട് പ്രത്യേകതരം എണ്ണകൾ ഉപയോഗിക്കും. തലയ്ക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ പാക്ക് ഉപയോഗിക്കും. ധൂമം കൊണ്ട് തല ഒന്ന് പുകയ്ക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മൾ അതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിലും നല്ലൊരു ശ്രദ്ധ കൊടുക്കണം. പിന്നെ സ്കിന്നിലും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് കുറേ സ്ട്രെച്ചിങ് വരുന്നതുകൊണ്ട് സ്കിന്നിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാവും പ്രസവിച്ച സ്ത്രീകൾക്ക്. അപ്പോൾ അവരുടെ സ്കിന്നും കൂടെ സംരക്ഷിക്കാനുള്ള ചികിത്സയും കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത്. ഇപ്പോൾ അബ്രോഡിൽ നിന്നൊക്കെ വരുന്നവരോടാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞ് യാത്ര ചെയ്താൽ മതി എന്നാണ് പറയാറ്? സാധാരണ നമ്മൾ അവിടുന്ന് യാത്ര ചെയ്യാൻ വരുമ്പം അവർ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് യാത്ര ചെയ്യാം. ഇവർക്ക് കൃത്യസമയത്ത് ഇവിടെ എത്താൻ പറ്റില്ല. പ്രസവം കഴിഞ്ഞിട്ട് കൃത്യസമയത്ത് ഇവിടെ ചികിത്സയ്ക്ക് എത്താൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള രോഗികൾ അവർ വന്നതിന് ശേഷം അവരുടെ ഗർഭപാത്രത്തിൻ്റെ അവസ്ഥ ചുരുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് ഉത്തമമായിട്ടുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയും വ്യായാമം ചെയ്യുകയും ചെയ്തിട്ട് ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഗർഭാവസ്ഥയ്ക്ക് ശേഷം അല്ലെങ്കിൽ പ്രസവാനന്തര ശേഷമുള്ള ചികിത്സ നമുക്ക് അവർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോഴും നമ്മൾക്ക് ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ സാധാരണ നമ്മൾക്ക് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 1-2 ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടി വരും. എന്ന് വെച്ചാൽ അവർക്ക് കുട്ടികളെ സംരക്ഷിക്കേണ്ട ഒരു പ്രശ്നവും കൂടിയുണ്ട്. ഇത്രയും നേരം നമ്മളോട് സമയം ചിലവഴിച്ചതിന് വിനോദ് ബാബു ഡോക്ടറിനും ജീജ ഡോക്ടറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പോഡ്കാസ്റ്റിലൂടെ എല്ലാവരുടെയും സംശയങ്ങൾ നിവാരണം ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള സംശയങ്ങൾക്ക് വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള കണ്ണൂർ ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് യോഗ റിസർച്ച് സെൻ്ററുമായി ബന്ധപ്പെടാവുന്നതാണ്.